ഗൈസ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡെയിലി ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, അവധി ദിവസം ഞാൻ വീട്ടിൽ എന്തൊക്കെ ചെയ്തു അങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനും അച്ഛനും കൂടി ജിമ്മിന് പോവാണ് കേട്ടോ. ഇത്രയും വലിയതൊന്നുമല്ല, പക്ഷെ ജിമ്മിന് പോകും. ഹലോ ഗായ്സ്, അപ്പം ഞാൻ അച്ഛൻ വരുന്നതും കാത്ത് അച്ഛൻ എങ്ങോട്ടോ പോയിരുന്നു. അപ്പോൾ അത് കാത്ത് അപ്പോൾ ഇന്ന് എൻ്റെ ജിം റൂട്ടീനാണ്. ജിമ്മിലൊക്കെ പോയി ബോഡി ഒന്ന് പിടിപ്പിക്കാൻ പോകണ്ട. അപ്പോൾ എൻ്റെ ബുക്ക് വായിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് വായിച്ചൊക്കെ എടുത്തു. അപ്പോൾ അച്ഛൻ വരുന്നതും കാത്ത് ഞാൻ ബുക്ക് ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെയും കാത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ബുക്ക് വായിച്ചില്ല, ഇനി ഞാൻ പുറത്ത് വന്ന് ബുക്ക് വായിക്കുകയായിരുന്നു കേട്ടോ. അച്ഛൻ നേരെ വഴിയുടെ അടക്കി വരും. അപ്പം ഞാൻ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ, വെള്ളമൊക്കെ നിറച്ച് ജിമ്മിൽ കൊണ്ടുപോകാൻ വേണ്ടി വെള്ളമൊക്കെ. ഈ ബുക്ക് ഓൾമോസ്റ്റ് ഞാൻ വായിച്ചു കഴിയാറായി. പിന്നെ ഞാൻ ഈ ബുക്കിൻ്റെ വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത് ഞാൻ റിവ്യൂ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ബുക്ക് വായിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്ത് ബുക്കാന്ന്? ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞ് എന്തോ ഒരു ഇതൊക്കെ മതി എന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് അച്ഛനെ നോക്കാറായിട്ടോ. കണ്ടില്ലേ, ഇതെൻ്റെ കുപ്പി ഞാൻ കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ വെള്ളമൊക്കെ കുടിച്ച് ജിമ്മിന് പോകാൻ വേണ്ടി നടക്കുകയായിരുന്നു കേട്ടോ. കണ്ടോ കുളം. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് നടന്ന് പോവാണ്. അച്ഛൻ അവിടെ ഇല്ല. അച്ഛനുണ്ടോയെന്നൊക്കെ നടന്ന് പോകുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചുകൊണ്ട് ചെളിയും പിടിച്ച് മഴയൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ നേരത്തെ ഇതിനേക്കാളും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെയിൽ കൊണ്ട് ഉണങ്ങിയതാണ്. അത് തോടാണ്, അറപ്പത്തോടാണ്, എന്തെങ്ങാണ്ടാണ് അതിനെ പറയുക. പിന്നെ സൈഡിൽ കൂടെയൊക്കെ നടന്നത് കണ്ടില്ലേ. കുളം അവിടെ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണെങ്കിൽ നല്ല രസമായിട്ട് ഇരിക്കാം, കുറേ ഫോട്ടോസൊക്കെ കിട്ടാം കേട്ടോ. അപ്പോൾ അത് രണ്ടെണ്ണത്തിൻ്റെ നടുവിൽ ഞാൻ കുറേ ഡ്രീമൊക്കെ ചെയ്തിരുന്നു അങ്ങനെ കിട്ടാൻ വേണ്ടി. ഇവിടെ അങ്ങനെ ഞാൻ പണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പം എന്തോ ഇത് വൃത്തികേടായിട്ട് മഴയൊക്കെ കൊണ്ട് വെള്ളം. കാണിക്കാൻ പറ്റില്ല, ഭയങ്കര റിസ്ക്കാണ്. പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല വൈബാണ്. അപ്പം ഞാൻ മിന്നുതാ ഓടിപ്പോകുന്നത് കണ്ടില്ലേ ഗൈസ്. എന്നെ കാണുമ്പോൾ അപ്പം തന്നെ മിന്നു ഓടിപ്പോട്ടോ. അപ്പം ഞാൻ ഇവിടെ പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല പച്ചപ്പായിട്ട് തോന്നും കേട്ടോ. പെട്ടെന്ന് വീഡിയോയിൽ കൊണ്ടപ്പോൾ എനിക്കും നല്ല ഇതൊക്കെ തോന്നി. പെട്ടെന്ന് ക്യാമറ മാറ്റും നോക്കും, അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ഇത്. അങ്ങനെ വെയിലൊന്നും ഉണ്ടായില്ല, നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പോൾ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം ജിമ്മിൽ പോയിട്ട് ഞാൻ ആദ്യം ചെയ്തത് കുറച്ച് എക്സസൈസ് ചെയ്തു. പിന്നെ അച്ഛൻ്റെ കൂടെ പിന്നെ ലെഗിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ ജിമ്മിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ്. പക്ഷേ ഞങ്ങൾ കയറുന്നത് ഈ ഭാഗത്തല്ല, അത് ജിമ്മിൻ്റെ വേറെ ഭാഗത്താണ്. ഇങ്ങനെ ഇത് ഫുള്ളായിട്ടൊരു കസാരയുണ്ട്, ഒന്ന് കുലിക്കുക എല്ലാം അനങ്ങും. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് കാണിക്കാം നിങ്ങൾക്ക്. ഈ വഴി ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയണം. പുറത്തേക്കുള്ള വ്യൂ ആണത്. ഇവിടെ നിന്നല്ല ഞങ്ങൾ ഗൈസ്. അങ്ങനെ ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു, ക്യാമറ ഇല്ലാത്തതുകൊണ്ട്. ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.